ആപ്കി അദാലത്തിൽ സൽമാൻ ഖുർഷിദിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയ പവർ പേഴ്സണൽ സ്കോറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സൽമാൻ സാർ, ഇത് സത്യമാണോ? താങ്കൾ അമർ സിംഗിനും മുലായം സിംഗിനും ആരൊക്കെയാണോ എതിരികൾ അവരുടെ കൂടെയാണ് താങ്കൾ സൗഹൃദം വയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് യഥാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു സമയത്ത് അമർ സിംഗുമായി നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. ചതിച്ചത് അമർ സിംഗാണ്, ഞാൻ അമർ സിംഗിനെ ചതിച്ചിട്ടില്ല. അദ്ദേഹമാണ് എപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ താങ്കൾ പകരം വീട്ടാൻ നോക്കുകയാണ്. അതതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ബാക്കിയുണ്ട്, അത് നടക്കും. ഇത് സത്യമാണോ? അമർ സിംഗിന്റെ അനിയൻ അരവിന്ദ് സിംഗിനെ താങ്കൾ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയെന്ന് പിന്നെ രാഷ്ട്രീയ ബ്രോക്കർന്ന് അമർ സിംഗിനെ താങ്കൾ പറയുകയും ചെയ്തു. കണ്ടില്ലേ, അദ്ദേഹം അരവിന്ദ് സിംഗിനെ കൂടി ചതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തം അനിയനെ ചതിച്ചു. അതുപോലെ ഒരു ചതിയൻ മറ്റൊരു ചതിയുടെ അടുത്ത് പോയി കൈ കൊടുത്തിട്ട് പരസ്പരം പണിയിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പക്ഷേ ഇതെങ്ങനെ സാധ്യമാവും? അരവിന്ദ് സിംഗ് ഏത് ഭാഷ സംസാരിക്കുന്നു അതേ ഭാഷയിൽ തന്നെയാണ് സൽമാൻ ഖുർഷിദും സംസാരിക്കുന്നത്. അല്ല, അദ്ദേഹം എന്നെക്കാട്ടും നല്ല ശക്തമായ ഭാഷയിൽ സംസാരിക്കും. ഞാനാണ് തടയാറുള്ളത്. കൂട്ടത്തിൽ മുതിർന്ന ആളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഷ അത്രത്തോളം വളരെ ക്രൂരം തന്നെയാണ്. ഞാനൊന്നും തടയാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. താങ്കൾ അമർ സിംഗിനെതിരായിട്ട് രാജ് ബബ്ബറിന്റെ മനസ്സിൽ തീ കത്തിച്ചു. നോക്കൂ, രാജ് ബബ്ബറിന്റെ മനസ്സിലേക്ക് കയറുക എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ രാജ് ബബ്ബറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആരാ പണി കൊടുത്തതെന്ന് അദ്ദേഹത്തിനും അമർ സിംഗിനും മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ, അദ്ദേഹം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പോരാട്ടം ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം അത് എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു നല്ല പാർട്ടിയായിട്ട് ജോയിൻ ആവും. രാഷ്ട്രീയം ശുദ്ധമാണെങ്കിൽ അല്ലെങ്കിൽ മാറിയാൽ സുതാര്യമാണെങ്കിൽ അതിൽ നല്ല കാര്യം വേറെന്താ ഉള്ളത്? സൽമാൻ സാർ, രാജ് ബബ്ബർ സത്യത്തിൽ ഒരു ആക്ടറാണ്. അദ്ദേഹം മറ്റുള്ളവർ എഴുതുന്നത് പോലെ പറയുന്നു, മറ്റുള്ളവർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. താങ്കൾ ഒരു നല്ല ഡയറക്ടറാണ്. അദ്ദേഹം താങ്കളുടെ പടത്തിൽ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, രാജ് ബബ്ബർ ഒരു ആർട്ടിസ്റ്റാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഒരു ഹീറോയ്ക്ക് ഒരു വില്ലനെ അടിക്കാൻ പറ്റുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വില്ലൻ ആരാണെന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹം ആ വില്ലനെ അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമുള്ളത് എന്റെ മേൽ പഴിയാറുന്നത്? താങ്കളുടെ ശ്രമം എന്താണെന്ന് വെച്ചാൽ അമർ സിംഗിന്റെ വീട് കത്തിക്കുന്നത് പോലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. कोई बज़्म हो कोई अंजुमन, ये शियार मेरा कदीम है, जहाँ रोशनी की कमी दिखी वहीं चिराग जला दिया. അപ്പോൾ താങ്കൾ അരവിന്ദ് സിംഗ്, രാജ് ബബ്ബർ ഇതുപോലത്തെ വിളക്കുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് അമർ സിംഗിന്റെ വീട് ഇരുട്ടാക്കാൻ വേണ്ടി. അതെ, അതിലൊരു സംശയമില്ല. നിങ്ങളുടെ ഈ സ്ഥലം ഇരുളായി മാറണം, ഞങ്ങളുടെ സ്ഥലം വെളിച്ചമുണ്ടാവണം. അതുപോലെ ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ള ഓരോരോ മനുഷ്യന്റെ വീട്ടിലും വെളിച്ചം വരണം, അവരുടെ ജീവിതം പ്രകാശമുള്ളതായി തീരണം. അങ്ങനെ സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് വീടുകളിൽ സന്തോഷവും ഉണ്ടാകും. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് വീടുകൾ. അങ്ങനെ വെളിച്ചം വന്നാൽ ഉത്തർപ്രദേശ് മുഴുവനും ജ്വലിക്കും. അതിലൊരു സംശയമില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ വിളക്ക് കത്താൻ വേണ്ടിയാണോ താങ്കൾ അമർ സിംഗിന്റെ ഫോൺ ടാപ്പ് ചെയ്തത്? ഈ കാര്യം നിങ്ങളിപ്പോൾ ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫോൺ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരിക്കണം ടാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ശത്രുക്കളായിരിക്കണം ചെയ്തിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിൽ ആര് എപ്പോൾ കുടുങ്ങുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള വഴക്കിൽ അവരെങ്ങാനും പെട്ടാൽ എന്നെ എന്തിനാണ് കുറ്റം പറയുന്നത്? അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഫോണിൽ വിളിക്കുന്നത്? ഈ കാര്യം നേരിട്ട് തന്നെ സംസാരിച്ചാൽ പോരെ? സൽമാൻ സാർ, ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ചതിയാണെന്നും പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോൺ 3 മാസമാണ് ടാപ്പ് ചെയ്തത്. 3 മാസത്തോളം ചെയ്തെന്ന് അവർക്കറിയാമോ? ഇത് ചെയ്യിപ്പിച്ചവർക്കല്ലേ അറിയൂ താങ്കൾ എത്ര മാസം ടാപ്പ് ചെയ്തെന്ന്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഞങ്ങളാണ് അത് ചെയ്തതെങ്കിൽ, ഈ കഥ അവിടെ സ്റ്റാർട്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കഥ അവസാനിപ്പിച്ചേനെ. ഞങ്ങൾ തുടങ്ങിയ കഥയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഉറപ്പായും അത് അവസാനിപ്പിച്ചേനെ. ഇതാണെങ്കിൽ ഇപ്പോൾ തലയുമില്ല വാലുമില്ല, ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും ചെയ്തു. ഞങ്ങളല്ലേ ഇതിനുവേണ്ടിയാണ് കാത്തിരുന്നത്, ഏതെങ്കിലും ഒരു കാര്യം പുറത്തു വരുമെന്ന് കരുതി. പക്ഷെ താങ്കൾ പീപ്പിംഗ് ടോമിനെ പോലെയല്ലേ ഉള്ളത്. അമർ സിംഗിന്റെ ബെഡ്റൂമിൽ വരെ കോൺഗ്രസ് പാർട്ടി പോകാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഞങ്ങൾ ഒരുപക്ഷെ അവരുടെ ബെഡ്റൂം നിരീക്ഷിക്കുകയാണെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂം പല സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം സത്യമല്ലേ? സൽമാൻ സാർ, അദ്ദേഹം ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ നല്ലൊരു രസികനാണ്, എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, നിറയെ ഹീറോസ് ഉണ്ട്, ഹീറോയിൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം സുപ്രീം കോടതി പോയി ഗാങ് ഓർഡർ വാങ്ങിച്ചത്? അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും ഓർത്ത് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുന്നേ ഒന്ന് പറഞ്ഞാൽ പോരെ, സമാജ്വാദി പാർട്ടിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സൽമാൻ സാർ എന്തോ കലർത്തിയെന്നാണ്.
അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം തന്നെയല്ലേ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുക? രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാണിച്ച തരികട കൊണ്ട് അദ്ദേഹം തന്നെയാണ് പെട്ടുപോയത്. പിന്നെ ഇത് സത്യമാണോ? അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ടാപ്പിംഗ് മുഖേന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർ അവിടെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി പോയി. അവർ താങ്കൾ അയച്ച വ്യക്തികളാണ്. കോൺഗ്രസിൽ ഈ കാര്യം ചെയ്യാൻ ഞാനല്ലാതെ വേറെ ആരുമില്ലെന്നാണോ? ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ എന്നെക്കാളും ശക്തരായ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഡൽഹിയുടെ കാര്യമാണ്. ടെറിട്ടോറിയൽ ജൂറിഡിക്ഷൻ ഇതിനെയൊക്കെ മാനിക്കുന്നു. ഉത്തർപ്രദേശിൽ ഇങ്ങനെ നടന്നാൽ ഞാൻ ഉറപ്പായും അതിനെ അംഗീകരിക്കും. അതെന്റെ ഉത്തരവാദിത്തമാണ്. ഡൽഹി പോയി റാംബാബു ശർമ്മയോട് ചോദിച്ചു നോക്കൂ, ഇതേവിധ എന്നോട് ചോദിക്കാതെ. പാർട്ടി താങ്കളുടേതല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ ഒരു ഉറുമ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആനപ്പടയെ അയച്ചെന്നാണ്. അദ്ദേഹം എറുമ്പാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പ്രോബ്ലമായി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ അത് സമ്മതിച്ചതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ ചെറിയ എറുമ്പിനെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് വെക്കണം. ഒരപേക്ഷയും കൂടിയുള്ളൂ. ദയവ് ചെയ്ത് ഉത്തർപ്രദേശിനെ ഒന്ന് മുക്തമാക്കി തരണം. സൽമാൻ സാറേ, ഉറുമ്പ് ആനയുടെ ചെവിയിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഈ കാര്യം നിങ്ങൾ മായാവതിയുടെ അടുത്ത് പോയി ചോദിക്കൂ. എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ഒരുപക്ഷെ ഇവിടെ ഒരു 2-3 മാസത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് രാഷ്ട്രീയം നടന്നത്? അമിതാഭ് ബച്ചന് ഇൻകം ടാക്സിന്റെ നോട്ടീസ് പോയത്, ജയ ബച്ചന്റെ രാജ്യസഭാ മെമ്പർഷിപ്പ് പോയത്, രാജ് ബബ്ബർ അമർ സിംഗിനെതിരായിട്ട് സംസാരിച്ചത്, അമർ സിംഗിന്റെ സഹോദരൻ അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിച്ചു, അമർ സിംഗിന്റെ ഫോൺ ടാപ്പിംഗ് ചെയ്തു. ഇതെല്ലാം തന്നെ ഒരു പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ലേ? കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഹറാസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? അമർ സിംഗിനെ, മുലായം സിംഗ് യാദവിനെ, ജയ ബച്ചനെ. കോൺഗ്രസ് പാർട്ടി കരുണയുള്ള പാർട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഓഫീസേഴ്സ് എന്തുമാത്രം ഉണ്ടോ, അവരിലെ ഒരു ഓഫീസറിനെ പോലും അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് പാർട്ടി അത് ആഗ്രഹിക്കുന്നില്ല. ആരോടും ഒരു വൈരാഗ്യത്തോടെ ഞങ്ങൾ പെരുമാറുന്നതേയില്ല. പക്ഷേ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അതായത് ഒരുപക്ഷെ അവർ പഴുത്തൊലിയിൽ ചവിട്ടി തെന്നി വീണാൽ പോലും കോൺഗ്രസ് പാർട്ടിയാണ് അവമാനപ്പെടുത്തുന്നത്, കോൺഗ്രസ് പാർട്ടിയാണ് കുറ്റം പറയുന്നത്. എന്തിന് മുടി ഒഴിഞ്ഞാൽ പോലും അവർ കുറ്റം പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ്. ഞങ്ങൾ മോശം ഷാമ്പു കൊടുത്തെന്ന് പറഞ്ഞു. താങ്കൾ റോഡിലെല്ലാം വാഴപ്പഴത്തിന്റെ തോലല്ല, മുള്ളല്ലേ ഇട്ടിരിക്കുന്നത്? മുള്ളിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു. അതവർ വേറെ വഴി പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ പോകുന്ന വഴി ഞങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വഴിയിൽ മുള്ളിട്ടിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സുരക്ഷ ആവശ്യമാണ്. അതോ സുരക്ഷ വേണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം എപ്പോഴും 10-15 വണ്ടികളൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലാക്ക് ക്യാറ്റ്സ്, ബ്രൗൺ ക്യാറ്റ്സ്, അങ്ങനെ ഒരുപാട് പേർ കൂടെയുണ്ട്. ഞങ്ങൾ തനിച്ചു പോകാറുണ്ട്, നടന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് മുള്ളു സുരക്ഷയ്ക്ക് വെച്ചിരിക്കുന്നത്. അവരിപ്പോൾ ചെയ്യുന്നത് പൂക്കൾ കൊണ്ട് അവരുടെ വഴി റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ മുള്ളുകൊണ്ടുള്ള കിരീടം ധരിക്കുകയാണ്.